അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ മനുഷ്യരും അവർക്കെല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളാണുള്ളതില്ലേ? മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിൽ കാണും. അങ്ങനെയുള്ള ഏതാഗ്രഹങ്ങളും അങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അങ്ങനെ ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുള്ളവരായിരിക്കും നമ്മളിൽ പലരും, ഇല്ലേ? ആ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിച്ച് കാണുന്നില്ല. അതൊരിക്കലും കിട്ടുന്നില്ല എന്ന് വിഷമിക്കുന്ന അനവധി ആളുകൾ നമ്മൾക്കിടയിലുണ്ട്, അല്ലേ? ഞാൻ ഒരുപാട് ദിക്റ് ചെല്ലുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒന്നിനും അതിൻ്റെതായ പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ വിഷമിക്കുന്ന ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഖുർആനിക ആത്മീയമായിട്ടുള്ള ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അല്ലാഹുവിനെ ദൃഢമായി വിശ്വസിക്കണം. അല്ലാഹു തആല എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചു തരും എന്ന് ദൃഢമായി മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൈറായിട്ടുള്ള ആഗ്രഹത്തിന് ഉത്തരം കിട്ടുകയുള്ളൂ. അല്ലാതെ ചുമ്മാതെ ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ബോധത്താൽ, ഒരു ഉദ്ദേശത്താൽ ചെയ്യാതിരിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സൂറത്തുൽ നൂഹ് ഖുർആനിലെ 71-ാമത്തെ സൂറത്താണ് ഇത്. ഇതിലെ 28 ആയത്തുകളുള്ള ഒരു സൂറത്തും കൂടിയാണിത്, സൂറത്തുൽ നൂഹ്. ഇമാം രാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദുറുൽ നബീർ എന്ന കിതാബിൽ പറയുന്നുണ്ട്, ഒരാൾ സൂറത്തുൽ നൂഹ് ഓതിയ ശേഷം അള്ളാഹുവിനോട് ഉദ്ദേശം ആവശ്യപ്പെട്ടാൽ, മനസ്സിലെ മഹത്തായ ഉദ്ദേശമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അത് പൂവണിഞ്ഞ് തരും എന്ന്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേഗത്തിൽ സാധിച്ചു കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ നൂഹ്. ഇത് എപ്പോഴാണ് ഓതേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കഴിയുന്ന സമയം, ഇന്ന സമയമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കഴിയുന്ന സമയം നിങ്ങൾ ഓതുക. സൂറത്തുൽ നൂഹ് ഒന്നോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ അത് ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അത് മാത്രമല്ല, ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് ജന്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടും, സ്വപ്ന സ്ഖലനം മാറിപ്പോകും എന്നിങ്ങനെ 2 മഹത്വങ്ങളും കാര്യങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.